എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുഡാണ്. വളരെ ഹെൽത്തിയായ എന്നാൽ വളരെ സ്വാദിഷ്ടവുമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ഫുഡാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓട്സും മുട്ടയും വെച്ചിട്ട് ഓംലെറ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുട്ടയുടെ വെള്ള മാത്രം മതി, ഞാൻ മഞ്ഞ എടുക്കുന്നില്ല. കാരണം ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു ഓംലെറ്റ് ആണിത്. 2 മുട്ടയുടെ വെള്ളയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് എരിവ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് മുട്ടയും ഓട്സും ചേർത്തിട്ടുള്ള ഓംലെറ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാള ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 ടീസ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പെല്ലാം ഉണ്ട്. മുട്ടയുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെക്കാം. ദോശക്കല്ല് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ വേണ്ട, ശരിക്കും അതിലും കുറച്ച് മതി. ഇനി നമുക്ക് ഈ മാവ് ദോശയൊക്കെ ഒഴിക്കുന്ന ഒരു തവി എടുത്തിട്ട് അതിന് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ദോശ പോലെ നമുക്കൊന്ന് പരത്തി വയ്ക്കാം. ചെറിയ തീയിലിട്ടാൽ മതി. ഒരു സൈഡ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടും. നല്ല പോലെ വേവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. നമ്മൾ ഓംലെറ്റ് പരുവത്തിന് കിട്ടും. 2 സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ മുട്ട ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.